ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശ സുരേഷ്. സ്പെക്ട്ര ഡെക്കോറിന്റെ പുതിയൊരു ഇന്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരുള്ള MG റോഡ്, നമ്മളുടെ മീന മാഡത്തിന്റെ, രതീഷ് സാറിന്റെ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ നമ്മളുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ വീടിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ എല്ലാ വീടും ഇന്റീരിയർ ചെയ്യുന്ന പോലെയല്ല. ഇതൊരു പുതിയ വീടല്ല, ഇതൊരു റിനോവേഷൻ ചെയ്യുന്ന ഒരു വീടായിരുന്നു. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും എടുത്ത് മാറ്റി വെച്ച് പുതിയൊരു ഇന്റീരിയർ ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ മാറ്റി നമ്മൾ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പൂർണ്ണമായും മാറ്റേണ്ടത് മാത്രം മാറ്റി ആവശ്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ മനസ്സിലാക്കിയാണ് ഈ ഒരു വീടിന്റെ ഇന്റീരിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വീടിന്റെ സീലിംഗ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സീലിംഗ് ആണ്. ലൈറ്റിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ സീലിംഗ് ചെയ്തിട്ടുള്ളൂ. വളരെ പ്ലെയിൻ ആണ്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ്സ്, അതായത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ്സിൽ ഡിസൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പാനൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ ലൂമിനേഷൻസും ലൈറ്റും ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ലിവിംഗ് ഏരിയയിൽ നമ്മളുടെ സോഫ പഴയ സോഫ തന്നെയാണ്, പക്ഷെ അതിന്റെ കുഷ്യൻസ് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഇവിടുത്തെ ഈ ഡൈനിങ് ഏരിയ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കിയതാണ്. കിച്ചൺ പൂർണ്ണമായിട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കിയിട്ടുള്ള ഒരു പുതിയ കിച്ചൺ ആണ്. അപ്പോ ഇതില് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പാർട്ടീഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു TV യൂണിറ്റിനുള്ള ഒരു സ്പേസും ഉണ്ടായിരുന്നില്ല വേറൊരു രീതിയിൽ. അങ്ങനെ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ആ ഒരു പാർട്ടീഷൻ TV യൂണിറ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം എന്താ വെച്ചാൽ പാർട്ടീഷൻ ആവുകയും ചെയ്തു. എന്നാൽ നമുക്ക് എല്ലാ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു TV കാണണം എന്നുണ്ടെങ്കിൽ ലിവിംഗ് ഏരിയയിൽ TV യൂണിറ്റ് ആയിട്ടും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു മെറ്റൽ ഫ്രെയിം ഒക്കെ കൊടുത്ത് അതിനെ ഒരു നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ ലാമിനേഷനും ഒരു ടെക്സ്ചർ ലാമിനേറ്റും കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ വാഷ് ഏരിയ ആണെങ്കിലും പ്രെയർ ഏരിയ ആണെങ്കിലും ഒക്കെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ കിച്ചണിലാണ്. ഈ കിച്ചൺ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു ടർക്കിഷ് ബ്ലൂ കളറിലാണ്. ഗ്ലോസി ഫിനിഷ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ മറ്റുള്ള നോർമലി നമ്മൾ കൊടുക്കുന്ന പോലത്തെ പ്രൊഫൈലോ അല്ലെങ്കിൽ ഗോളോ ഒന്നും അല്ല. ഇത് ഹാൻഡില് ആ ഒരു ഷട്ടറിൽ നിന്ന് തന്നെ ഗ്രൂ ഇട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഹാൻഡിലാണ് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ സിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ബൗൾ സിങ്ക് ആണ്. ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് 3 ബർണറിന്റെ ഹുഡ് ആൻഡ് ഹോബ് ആണ്. അതിന്റെ അടിയിലെല്ലാം നമ്മൾ 3 യൂണിറ്റ് നോർമലി എല്ലാ കിച്ചണിലും കൊടുക്കുന്ന പോലെ തന്നെ ടാൻഡം ബോക്സ് ആണ്. ഒരു കട്ട്ലറി ഉണ്ട്. അതിന്റെ അടിയിൽ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ്, ഒരു ടാൻഡം തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരു സൈഡില് ഇതിന്റെ മൊത്തം കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ഗ്ലാസ് എപ്പോഴും വളരെയധികം ഏതൊരു കിച്ചനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഈ ഗ്ലാസ് ഷട്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി ഫ്ലൂട്ടഡ് ഗ്ലാസ് വിത്ത് പ്രൊഫൈൽ ആവുമ്പോൾ കുറച്ചുകൂടി അതിന്റെ ഭംഗി കൂടും. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാവും, ഒരു ടർക്കിഷ് ബ്ലൂവും ആ ഒരു ബ്ലാക്കും ആ ഒരു ലൈറ്റും എല്ലാം കൂടി വരുമ്പോൾ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലോഫ്റ്റിന് നമ്മൾ ഈ ഷട്ടേഴ്സിനൊന്നും ഹാൻഡിൽ കൊടുത്തിട്ടില്ല. പകരം ലോഫ്റ്റിന്റെ ഷട്ടേഴ്സ് കുറച്ച് താത്തിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് കൈ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ വിത്തൗട്ട് ഹാൻഡിലിന്റെ ഒരു ഫിനിഷസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടാനും സാധിക്കും. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന റോളിംഗ് ഷട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ കളറിലുള്ള ഒരു റോളിംഗ് ഷട്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തൊരു ഫുൾ സ്റ്റോറേജ്, ടോൾ യൂണിറ്റിന് പകരം യൂസ് ചെയ്യുന്ന ഒരു ഫുൾ സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലോഫ്റ്റും മാക്സിമം സ്റ്റോറേജ് ഈ ഒരു കിച്ചണിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു ഓവർ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു ആർച്ച് പാനൽ കൊടുത്തിട്ട് ചെറിയൊരു ഹൈലൈറ്റിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. തൊട്ട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചണും ഇതേ സെയിം കോമ്പിനേഷനിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ
ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇവിടുത്തെ റൂം കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രേ ലൈറ്റ് ഗ്രേ കോമ്പിനേഷനിലാണ്. ബെഡ് കോട്ട് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഹെഡ് ബോർഡ് കംപ്ലീറ്റ്ലി നമ്മൾ ത്രൂ ഔട്ട് ബോഡി കംപ്ലീറ്റ്ലി ഒരു ഗ്രേ കൊടുത്തു. അതിന്റെ സൈഡ് ടേബിൾസിന്റെ ഡ്രോ ഫേഷ്യ മാത്രം ഒരു ലൈറ്റ് ഗ്രേ കൊടുത്തു. 2 സൈഡ് ടേബിൾ ഉണ്ട്. പക്ഷെ ഒരു സൈഡ് ടേബിൾ നമ്മൾ ഇതിനെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആക്കി കൂടിയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ വേറൊരു സെപ്പറേറ്റ് ഒരു ഡ്രസ്സിംഗ് ഏരിയ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. സോ നമ്മളൊരു സൈഡ് ടേബിൾ കം ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ വാർഡ്രോബ് നമ്മൾ സ്ലൈഡിംഗ് വാർഡ്രോബ് ആണ്. കാരണം ഇവിടെ സ്പേസിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. വിത്ത് ലോഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന്റെ എൻഡ് ഭാഗത്തിൽ നമ്മൾ എന്ത് വെച്ചാൽ യൂസ്ഡ് ക്ലോത്ത് ഇടാനായിട്ട് പുഷ് ഓപ്പൺ വെച്ചിട്ടുള്ള ഒരു ഡോറും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസും അതിന് ഈ വെന്റിലേഷന്റെ ഇഷ്യൂസ് വരാതിരിക്കാൻ ഒരു വെന്റിലേഷൻ ഗ്രില്ലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് 3 ബെഡ്റൂംസ് ആണ് ഇനി വേറെ ഉള്ളത്. ആ റൂമിലെല്ലാം തന്നെ ഈ ഒരു രീതിയിലാണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. ചില റൂമുകളിലെ ബെഡ്റൂംസ് പഴയ ബെഡ്റൂംസിലെ ബെഡ് കോട്ട് പഴയ ബെഡ് കോട്ട് തന്നെയാണ്. അവർ ഓൾറെഡി യൂസ് ചെയ്തിരുന്ന ബെഡ് കോട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ചെറിയ വർക്കുകളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ റൂംസിലത്തെയും കാര്യങ്ങളിലും ഉള്ള വിശേഷങ്ങൾ വരുന്നത്. ശരിക്കും ഞങ്ങളുടെ വർക്ക് ഇതൊരു പുതിയ വീടല്ല, റിനോവേഷൻ വർക്കാണ്. ഇത് ശരിക്കും വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് 2002 കഴിഞ്ഞിട്ടാണ്, 2003 കഴിഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് 20-21 വർഷം കഴിഞ്ഞിട്ടാണ് ഈ റിനോവേഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തായിരുന്നു. ഫ്രണ്ട് സർക്കിളിൻ്റെ ത്രൂവും റിലേറ്റീവ്സിൻ്റെ ത്രൂ ആയിട്ട് അവർക്കറിയണ ഇന്റീരിയറിൻ്റെ ആൾക്കാരും അവരായിട്ട് പോണ്ട, പുതിയതായിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ച് അങ്ങനെ തുടങ്ങാവുന്നൊരു ഇതുണ്ടായിരുന്നു, തീരുമാനിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയത്. യൂട്യൂബ് വഴിക്കും അങ്ങനെയൊക്കെ അങ്ങനെ ഒരു 3 വെണ്ടർ, തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു 3 വെണ്ടേഴ്സിനെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൽ പിന്നെ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചവരായിട്ട്. അപ്പോൾ സ്പെക്ട്ര ഡെക്കറായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ കൂടുതലുള്ള മാതിരി തോന്നി എനിക്ക്. അപ്പോൾ അങ്ങനെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു. പിന്നെ കൂടുതലായിട്ട് ഞാൻ ശരിക്കും പറയട്ടെ ഞാൻ അത്ര ഇൻവോൾവ് അല്ല ഇതിൽ. വൈഫാണ് ശരിക്കും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. മാഡത്തിൻ്റെ വർക്ക്സ് എല്ലാം യൂട്യൂബിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മാഡത്തിനെ വിളിച്ച് പിന്നെ എല്ലാം പറഞ്ഞതും. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അവരുടെ ടീമൊക്കെ നല്ല ടീം വർക്കാണ്. അവരുടെ ഡിസൈനിങ് ടീമാണെങ്കിലും 3D വരച്ചവരും എല്ലാം നല്ലതാണ്. കളേഴ്സും എല്ലാം ഇഷ്ടപ്പെട്ടു. വർക്കും അതെ നല്ല വർക്ക് തന്നെയാണ് അവരുടെ. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് റിനോവേഷനാണ്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ് വ്യത്യാസം എന്നുള്ളത്. 20 വർഷം പഴയ വീട് എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ വീട് എങ്ങനെയാണ് നേരിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇന്നത്തെ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.